നിങ്ങളോട് പണം യാചിച്ചു വരുന്നവരുണ്ടാകും, നിങ്ങളോട് പലതരത്തിലുള്ള ഹെൽപ്പുകൾ സഹായങ്ങൾ ചോദിച്ചു വരുന്നവരുണ്ടാകും. നിരുപാധികം അങ്ങനെ വരുന്നവരെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത്. അപ്പൊ പലപ്പോഴും പല യാചകരെയും നമ്മൾ കാണും, അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നല്ല വാക്ക് പറയുക. അതുമില്ലെങ്കിൽ നിങ്ങൾ അയാളെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ചിലതൊക്കെ തടയേണ്ടി വരും, ചിലതിൽ ഇടപെടേണ്ടി വരും. അത് കള്ളത്തരമാണ് എന്നും ഇത് ചതിയാണെന്നും 100% ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തിന്മയെ എതിർക്കേണ്ട ബാധ്യത സ്വാഭാവികമായി ഉണ്ടാകും. ഇതേത് യാചകരെ കാണുമ്പോഴും ഒരു തരം ദേഷ്യാണ്, വെറുപ്പാണ്, അവരെ വിരട്ടി ഓടിക്കുന്ന, വേദനിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഖുർആനെതിരാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, ലാ യംനഅന്ന അഹദുകുമുസ് സായില, നിങ്ങളോട് യാചിച്ചു വരുന്നവരെ സഹായം ചോദിക്കുമെങ്കിൽ ചോദിച്ചു വരുന്ന ആൾക്കു നിങ്ങൾ നൽകേണ്ടതാണ്. വലൗ റആ ഫീ യദിഹി ഖൽബൈനി മിനൽ ദഹബി, ആ ചോദിച്ചു വരുന്നവന്റെ കയ്യിൽ സ്വർണത്തിന്റെ 2 വളയുണ്ടെങ്കിലും ശരി, എന്നൊന്ന് സഹായിക്കുമോന്ന് ചോദിച്ച് കൈ നീട്ടി വന്ന ആളുടെ കയ്യിൽ എന്തുണ്ട്? 2 സ്വർണവളയുണ്ട്. ന്യായമായും ചോദിക്കാലോ, ചങ്ങയ്യെ പവന് എത്രയാണിപ്പോൾ വില? പെണ്ണെ പവന് എത്രയാണിപ്പോൾ വില? ഒറ്റ വള വിറ്റാ പോരെ, നീ ഇങ്ങനെ തിണ്ടി നടക്കണോ എന്നെന്ത് ചെയ്യാ? സ്വാഭാവികമായും ചോദിക്കാം. എന്നാലും ചില സമയത്ത് പണമുള്ളവർക്കും ആവശ്യങ്ങൾ പെട്ടെന്ന് നേരിട്ടേക്കാം. സഹായം തേടി വരുന്നവരെ വിരട്ടി ഓടിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിലൊക്കെ പലപ്പോഴും പല യാചകരും കയറി വരും. ചിലപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഈ വരുന്ന ആളുടെ അവസ്ഥ എന്ത് എന്നറിയാതെ അവരുടെ മനസ്സിന് പരിക്ക് പറ്റുന്ന നിലക്ക്, വേദനയുണ്ടാക്കുന്ന നിലക്ക് ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ലിസ്സായിലി ഹഖ്ഖുൻ വഇൻ ജാഅ അലാ ഫർസിൻ, ചോദിച്ചു വരുന്നവർക്കൊരു ഹഖ്ഖുണ്ട്. അതവര് കുതിരപ്പുറത്താണ് വരുന്നതെങ്കിലും, വലിയ കാർ എടുത്താണ് അവർ വരുന്നതെങ്കിലും ചോദിച്ചു വരുന്നവർക്കൊരു ഹഖ്ഖുണ്ട്. എന്തേ കാര്യമെന്നറിയോ? അവർക്ക് ആ പണം നമ്മൾ നൽകലോടുകൂടെ അവന് ഏത് വിധത്തിലുള്ള ആളുകളാണെങ്കിലും നല്ല ലക്ഷ്യത്തോടെ പ്രതിഫലം കാക്ഷിച്ചാണ് നമ്മൾ അത് നൽകുന്നതെങ്കിൽ ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളിങ്ങനെ യാചിച്ചു വന്നു, അത്യാവശ്യാരോഗ്യമൊക്കെ ഉണ്ട്, അയാൾക്ക് എന്താ ജോലിയൊക്കെ എടുത്തിട്ട് ജീവിക്കാലോ എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്നാലും ചിലപ്പോ തടിയും കാര്യമൊക്കെ ഉണ്ടെങ്കിലും പല നിലക്കുള്ള രോഗങ്ങൾ, ഒരു ജോലി ചെയ്യാൻ കഴിയാതെ നട്ടെല്ലിന് തകരാറുണ്ട്, എന്തെങ്കിലും ഒരു ഭാരെടുത്താൽ പിന്നെ അയാൾക്ക് മാസങ്ങളോളം വിശ്രമിക്കേണ്ടി വരും, ബെഡ് റെസ്റ്റ് അനിവാര്യമായി വരും. ഇങ്ങനെയുള്ള ഒരാളാവാം. അപ്പൊ നല്ല നീയത്തോടുകൂടെ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ പരലോകത്ത് എനിക്ക് കിട്ടുമല്ലോ എന്ന് മാത്രം ചെയ്താൽ മതി. ഞാൻ പറയണ നിങ്ങൾക്ക് പറ്റിയില്ലേ? നീ പറയണ പറ്റണില്ലേ? ആ ഒരു നീയത്ത് മതി. ഈ യാചകരുണ്ടല്ലോ, അവര് ആഖിറത്തിലേക്കുള്ള പോസ്റ്റ്മാനാണ്. പോസ്റ്റ്മാന് ബരീദ് എന്നാ പറയാ. റസൂലുള്ളാഹി പറയാണ്, സാഇൽ ബരീദുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ളൊരു ബാബി അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തരുടെയും വീടിന്റെ വാതിലിന്റെ അടുത്തേക്ക് അവനിങ്ങനെ വരുന്നുണ്ടല്ലോ, അവൻ ആഖിറത്തിലേക്കുള്ള നിങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്തിന്റെ ആളാണ്. നിഅമൽ ഖൗമു വസ്സുആൽ, സത്യത്തിൽ യാചകരത്ര നല്ല മനുഷ്യരാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാ പറയുന്നത്, നിഅമൽ ഖൗമു വസ്സുആൽ,
വീട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ യാചിച്ചു വരുന്നവരെത്ര നല്ല മനുഷ്യരാ. യഹ്മിലൂന സാദനാ ഇലല്ലാഹിറ, അവര് നമ്മുടെ ഭക്ഷണം ആഖിറത്തിലേക്ക് എത്തിച്ചു തരികയാണല്ലോ. ആഖിറത്തിൽ നമുക്ക് ഉണ്ടാകാൻ ഉതകുന്ന ഒരു കാര്യമാണല്ലോ അവര് ചെയ്യുന്നതെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ഒരു കണ്ണിൽ മൊത്തത്തിൽ നമ്മൾ കാണുക, നമ്മളെ മനസ്സ് ക്ലീൻ ചെയ്യുക, എല്ലാരെ കുറിച്ചും പരമാവധി നല്ലത് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അപ്പൊ യാചനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? എന്താണ് യാചനയുടെ ഹുക്കുമ്? യാചിച്ച് നടക്കുന്ന ആളുകൾക്ക് വരാനുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയൊക്കെ പറയാണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹത്തിന്റെ ചോദ്യം യാചന ഹിപ്പിക്കുന്നില്ലല്ലോ എന്നാണ്. ഒരിക്കലുമില്ല ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ ഏതായാലും യാചിച്ചു വരുന്നവരോട് പരമാവധി നല്ല സമീപനം സ്വീകരിക്കണം. അതാണ് ഹബീബായ നബിയുടെ രീതി അങ്ങനെയാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും മടക്കില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഒരു ചെറിയ ഒരു കൊട്ടയിൽ അല്പം മുന്തിരിക്കുലയിട്ട് കൊണ്ടുപോയി കൊടുത്തു, ഹദിയ കൊടുത്തു. ആര് കൊടുത്തു? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞേക്കൂ റളിയല്ലാഹു അൻഹു. കണ്ടുമുട്ടാനും ഒന്നിച്ചു ചേരാനും അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിന്റെ 2 മകളെ വിവാഹം ചെയ്തിട്ടുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ദുന്നൂറൈൻ പേര് കിട്ടിയത്. ആദ്യം വിവാഹം ചെയ്ത മകൾ മരണപ്പെട്ടു, രണ്ടാമത് വേറൊരു മോളിയും കൂടി റസൂലുള്ള നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നബിക്ക് ആ മനുഷ്യനോടുള്ള മഹബത്ത് അത്രയായിരിക്കും. അല്ലാഹുവേ റബ്ബേ അവരുടെയൊക്കെ കൂടെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഈ ഒരു കൊട്ടയിൽ അല്പം മുന്തിരിക്കുലയിട്ട് സ്നേഹത്തോടെ ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയൊക്കെ ചില രീതികൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടല്ലോ. ഇപ്പൊ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ഫ്രൂട്ട്സ് ഉണ്ടായി, അല്ലെ നല്ല പഴങ്ങൾ ഉണ്ടായാൽ പള്ളി ഉസ്താദന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രീതി, അല്ലെ ദീനിന്റെ അഹ്ലുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രീതി, അങ്ങനെയൊക്കെ പല ആളുകൾക്കുണ്ടല്ലോ. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ടായ നല്ല ഇനം ഒരു മുന്തിരി അഹ്ദാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൻഖൂദൈനബിൻ, ഒരു മുന്തിരിയുടെ കുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇത് കണ്ടിട്ട് വേഗം ഒരാൾ വന്നു. ഫജാഅ സായിലുൻ, ഒരു യാചകൻ വന്നു. ഫഅഅതാ, അതെനിക്ക് തരുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ വേഗം റസൂലുള്ള എന്ത് ചെയ്തു? ഒന്ന് പ്രതികരിക്കുങ്ങളെല്ലാം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാണല്ലോ. നബി തങ്ങൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു നീരസം, കാരണം റസൂലുള്ള കഴിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ കൊടുത്തതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? സുമ്മഷ്തറാഹു ഉസ്മാനു ബിദിർഹമിൻ, ഈ യാചകന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇത് വിൽക്കുന്നോന്ന് ചോദിച്ചു. ഇത് വിൽക്കുന്നോ? എത്ര വേണം? 1 ദിർഹം വേണം. ആയിക്കോട്ടെ, 1 ദിർഹം തരാം. അതുകൊണ്ടാന്ന് പറഞ്ഞു ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ അത് വാങ്ങി വേഗം ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? ഹബീബായ നബി തങ്ങൾക്ക് നൽകി. വഖദ്ദമഹു ഇലാ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾക്കത് നൽകി. രണ്ടാമത് സുമ്മാദസ്സായിലു, ഇത് കണ്ട് ഈ യാചകൻ തന്നെ പിന്നെയും ആരെടുത്തു വന്നു? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഇയാൾ തന്നെ വേറെ ആളല്ല, നബിയെ അതെനിക്ക് തരുമെന്ന് വെച്ചു. ഫഅഅതാഹു, എന്ത് ചെയ്തു? രണ്ടാമതും അതാ യാചകനു നൽകി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വീണ്ടും അയാളെ സമീപിച്ചു. ആ മുന്തിരി നിങ്ങൾ വിൽക്കുന്നുവോ? ആ വിൽക്കാനുള്ളതാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 1 ദിർഹമല്ലേ എന്ന് വെച്ചു. 1 ദിർഹമല്ല, ഇതിനിപ്പോൾ 2 ദിർഹമാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ശരി, 2 ദിർഹം കൊടുത്ത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യാചകന്റെ കയ്യിൽ നിന്നത് വാങ്ങി.
വേഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു. റസൂലുള്ളാഹി സ്വീകരിച്ചു. പിന്നെയും മെല്ലെ വരുന്നുണ്ടാര്? ആര്? ഈ യാചകൻ. നബിയെ, അതെനിക്കെന്നാളി നബിയേ എന്ന് പറഞ്ഞു. ഉടനെ ഫഖാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ആ മുന്തിരിക്കുല ഇയാളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, മുലാത്തിഫൽ ലിസ്സായിലി, ഒരു തമാശ എന്ന രൂപേണ തമാശയിൽ ഈ യാചകനോട് ചോദിച്ചു, ലാ ഗൽബാൻ, ദേഷ്യപ്പെട്ടിട്ടല്ല, പുഞ്ചിരിയോടെ സ്നേഹത്തോടെ തമാശ എന്ന നിലയിൽ ചോദിച്ചു, അസായിലുൻ അംതയാ ഫുലാൻ അംതാജിർ, അല്ല നിങ്ങൾ സത്യത്തിൽ യാചകനാണോ അല്ലെങ്കിൽ കച്ചവടക്കാരനാണോ? ഇതിപ്പോ ഒരു കച്ചവടാക്കിയോ നിങ്ങൾ എന്ന് ചോദിച്ച് അത് അയാൾക്ക് കൊടുക്കുകയും നിർബന്ധമായും അയാളെ കഴിപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മനസ്സ് നമ്മൾ നോക്കണം. ആ ഒരു മനസ്സ് അതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, സായിലിനെ ഇരട്ടി ഓടിക്കരുത്, അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഒരാളായിട്ട് ചോദിച്ചാൽ കൊടുക്കാൻ ഒരു മടിയും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലല്ലോ. അതൊക്കെ വല്ലാത്തൊരു മനസ്സല്ലേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരിക്കൽ സഹാബികളിൽ ഒരാൾ ഒരു പുതപ്പുണ്ടാക്കി. ഒരു പെണ്ണാണ് സത്യത്തിൽ. ഒരു സഹോദരി ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പുതപ്പ്, നല്ല ഒരു വസ്ത്രം, ഇസാറ്, അരയുടുപ്പ് എന്ന് പറയും, അങ്ങനെ ഒരു വസ്ത്രം റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇത് നസജത്തുഹാ ബിയദി, ഞാൻ എവിടുന്ന് വാങ്ങിയതൊന്നുമല്ല, നിങ്ങൾക്ക് തരണമെന്ന താല്പര്യത്തോടെ എൻ്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതാണ്. സഹോദര, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. മഹാനായ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നംറഅതൻ ജാഅത് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിബുർദത്തിൻ മൻസൂജ, നല്ല നെയ്തുണ്ടാക്കിയ മനോഹരമായ ഒരു വസ്ത്രം, ഒരു പുതപ്പുമായി ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, നസജതുഹാ ബിയദി ലി അക്സൂകഹാ യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതാണ്, ദിവസങ്ങളോളമുള്ള അധ്വാനത്തിന്റെ ഫലമാണ്, ഇത് നിങ്ങളെ ധരിപ്പിക്കണമെന്ന് തുടക്കത്തിലേ ഞാൻ ആഗ്രഹിച്ചതാണ്. فأخذها النبي صلى الله عليه وسلم محتاجا إليها, അതിലേക്ക് വലിയ താല്പര്യമുള്ളത് പോലെ തന്നെ അള്ളാന്റെ റസൂൽ അത് സ്വീകരിച്ചു. ആരാപ്പം നിന്നോട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പുതപ്പൊക്കെ കൈകൊണ്ട് നെയ്തുണ്ടാക്കാൻ പറഞ്ഞത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ നിരുത്സാഹപ്പെടുത്തിയോ? ഇല്ല, സന്തോഷത്തോടെ മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അതൊക്കെ പറഞ്ഞ് റസൂൽ എന്ത് ചെയ്തു? സത്യത്തിൽ റസൂലുള്ളാഹിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും. ഇനി കേൾക്കേണ്ട സഹോദര, സഹോദരി, സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖറജ ഇലൈനാ വഇന്നഹാ ഇസാറുഹു, അത് ധരിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. സുബ്ഹാനല്ലാഹ്, എന്തോരു സൗന്ദര്യമാ! അല്ലെങ്കിൽ തന്നെ ഹബീബായ നബിയുടെ സൗന്ദര്യം എത്രയാ! അതിനു പുറമെ ഈ ഒരു വസ്ത്രം ധരിച്ചപ്പോ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അത്. ഫഹസ്നനഹാ ഫുലാനുൻ, കൂട്ടത്തിൽ ഇത് വല്ലാതെ സൗന്ദര്യം ആയി തോന്നിയ ഒരാൾ എന്ത് ചെയ്തു എന്നറിയോ? അയാൾ വിളിച്ചു പറഞ്ഞു, നബിയേ, ഉക്സുനീഹ മാ അഹ്സനഹ, എന്തോരു രസാ നബിയേ, നിങ്ങളത് എനിക്ക് എങ്ങനെയുണ്ട്? അത് എന്നെ ധരിപ്പിക്കും നബിയെ, എനിക്കത് ധരിക്കണം നബിയെ, അത് നിങ്ങൾ എനിക്ക് തരൂന്ന് പറഞ്ഞു. ഫഖാല നഅം, ഓ ആയിക്കോട്ടെ, അയിനെന്താ? റസൂലുള്ളാഹിന്റെ മറുപടി,
അതല്ലേ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഖുലുഖുൻ അളീമിന്റെയും മുകളിലാണ് നബിയെ നിങ്ങൾ. കന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി ചൊല്ലി മൗലായ ലിംദായിമൻ അബദാ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ അള്ളാന്റെ റസൂലിനെ മറികടക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ലല്ലോ. വേഗ സന്തോഷത്തോടെ അതിനെന്താന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ അത് അയാൾക്ക് കൊടുക്കാൻ. കേൾക്കന്റെ സഹോദര, ഇയാൾ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിച്ചു. ഇയാൾ അത് സ്വീകരിച്ചു. സുമ്മ റജഅ ഫതവാഹാ സുമ്മ അർസല ബിഹാ ഇലൈഹി. കൊടുത്തപ്പോ അയാൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഫഖാല ലഹുൽ ഖൗമു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇതിങ്ങനെ വാങ്ങിയപ്പോ അയാൾ ഒരു ഭാഗത്തേക്ക് വിളിച്ചിട്ട് ആളുകൾ ചോദിച്ചു, അല്ല എന്ത് പണിയാ മനുഷ്യ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അറിയില്ലേ നിങ്ങൾക്ക്? ലബിസഹൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹ്താജൻ ഇലൈഹാ. എത്ര വലിയ താല്പര്യത്തോടെയാണ്, ഇഷ്ടത്തോടെയാണ് ഹബീബായ നബി തങ്ങൾ അത് ധരിച്ചത്. അങ്ങനെയുള്ള വസ്ത്രം എന്തിനാ നിങ്ങൾ ചോദിച്ചു വാങ്ങിയത്? അയാൾ കൊടുത്തൊരു മറുപടി ഉണ്ട്, അവൻ ചിന്തിക്കാൻ മാത്രമുണ്ട്. അയാൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? സംഗതി ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഇഷ്ടത്തോടു കൂടെ ധരിച്ചതാണ്. എന്തൊരു കാര്യം നബിനോട് ചോദിച്ചാലും നബി മടക്കൂല എന്ന് എനിക്കറിയാം. വഅലിംതു അന്നഹു ലാ യറുദ്ദു സായിലാ. യാചകരെ, ചോദിച്ചു വരുന്നവരെ റസൂലുള്ളാഹി മടക്കൂല എന്ന് എനിക്കറിയാം. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? വല്ലാഹി, അറിയണേ, ഇന്നി വല്ലാഹി മാ സഅൽതു ലിയൽബിസഹാ. അത് എനിക്ക് വിടന്ന് ധരിക്കാനല്ല ഞാനത് ചോദിച്ചത്. പിന്നെയോ, അമാ ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനീ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടത്തോടുകൂടെ ധരിച്ച ആ വസ്ത്രം എന്റെ കഫം പുടയാക്കണമെന്ന താല്പര്യത്തിലാണ് ഹബീബായ നബിയോട് ഞാൻ അത് ചോദിച്ചത്. സഹലുൻ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ഫക്കാനത്ത് കഫനുഹു, ഈ വസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കഫംപുട. അപ്പൊ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിങ്ങനെ ധരിച്ച് പ്രൗഢി നടിച്ച് നടക്കാനൊന്നുമല്ല, പരലോകത്ത് പടച്ചോനെ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട് ധരിച്ചൊരു വസ്ത്രം, അതാണ് എന്റെ കഫൻപുടയെങ്കിൽ എനിക്ക് ഖബറിൽ രക്ഷപ്പെടാൻ അത് മതിയാകുമല്ലോ എന്നുള്ള ആ നിയ്യത്തിലാണ് ഞാൻ ചോദിച്ചത്. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി ധരിച്ചെന്ന് കരുതി അതിനായിട്ട് ബറക്കത്തുണ്ടാവോ? അങ്ങനെ ബറക്കത്തുണ്ടാവുമെന്ന് വിശ്വസിക്കൽ ശിർക്കല്ലേ? അതൊക്കെ നമുക്ക് ചേരുമെന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ടല്ലോ നമുക്കിടയിൽ. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, കാര്യങ്ങളെ ഹക്കായി ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഇവിടെ ഇത്ര ഇഷ്ടപ്പെട്ട വസ്ത്രം ചോദിച്ചിട്ട് പോലും റസൂൽ എന്ത് ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല.